എമ്പുരാൻ മൂവി അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ലൂസിഫർ എന്ന് പറയുന്ന മൂവി 6 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ ആ ഒരു ചിത്രം ഇന്ന് തിയേറ്ററിൽ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷനിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ തിയേറ്ററുകളിൽ അനേകം സിനിമകളൊന്നും ഇല്ലാത്തതിനാൽ ഒട്ടനവധി തിയേറ്ററുകളിൽ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം എത്തിയിട്ടുണ്ട്. എല്ലാ സെന്ററിലും കൂടുതൽ ഷോയും കാര്യങ്ങളെല്ലാം സിനിമക്കായിട്ട് ഇന്ന് കാണാൻ സാധിച്ചു. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തകർത്തു വരികയാണ്. ഓവർസീസിൽ നിന്നും അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മികച്ച കളക്ഷൻ ഇതിനോടകം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം നേടിയിരിക്കുന്നു. ആ ഒരു അഡ്വാൻറ്റേജിൽ തന്നെയാണ് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം ഇന്ന് കേരളത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വലിയൊരു കളക്ഷനിലേക്ക് എത്തപ്പെടാൻ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത്. കേരള ഏകദേശം എസ്റ്റിമേറ്റ് കളക്ഷൻ പ്രകാരം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ നേടാനാണ് സാധ്യത. ലാലേട്ടൻ ഫാൻസ് എല്ലാം എമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കണ്ടുമടുത്ത സിനിമ വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് വേണ്ടത് ലൂസിഫർ എന്ന ചിത്രം പോലെ എമ്പുരാൻ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പുതിയ സിനിമ തിയേറ്ററിൽ വൻ വിജയം കൈവരിക്കണം, അതിന് റെക്കോർഡുകൾ നേടണം എന്നൊരു ആഗ്രഹമാണ് അവർക്കുള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡ് ട്രെൻഡ് ആയിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നാളെ ചിത്രത്തിന്റെ കേരള ഇന്ത്യൻ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ബൈ.